ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു ഓഫ് ഷോൾഡർ ബേബി ഫ്രോക്കിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങുമാണ്. നെക്കിലും വേസ്റ്റിലും ഒക്കെ ഇലാസ്റ്റിക് വരുന്ന ഒരു മോഡൽ ഫ്രോക്കാണ് ഇവിടെ ചെയ്യുന്നത്. ഇത് ചെയ്യാനായി ഞാനിവിടെ 1.5 മീറ്ററിൻ്റെ നൈറ്റി തുണിയാണ് എടുത്തിരിക്കുന്നത്. എൻ്റെ നേരത്തെ വീഡിയോസൊക്കെ കണ്ടിട്ടുള്ളവർക്കറിയാം, ഞാനൊരു മിക്സ് ആൻഡ് മാച്ച് നൈറ്റി ചെയ്ത് കാണിച്ചിരുന്നു. അതിൽ മീതി വന്ന ആ ഒരു തുണിയാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് 4ആയിട്ടൊന്ന് ഫോൾഡ് ചെയ്തിട്ട് കൊടുക്കാം. നമ്മൾ നൈറ്റിയും ചുരിദാറും ഒക്കെ കട്ട് ചെയ്യാൻ നേരത്ത് ഇട്ട് കൊടുക്കില്ലേ, അതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 4 വയസ്സ് തൊട്ട് 5 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങളുടെ അളവിലാണ് ചെയ്ത് കാണിക്കുന്നത്. എന്നാൽ നമുക്ക് ആദ്യം ആ എലാസ്റ്റിക് വെച്ച് കൊടുക്കാനുള്ള ആ ഒരു ഭാഗം മാർക്ക് ചെയ്യാം. അതിനായി ഞാനിവിടെ 1.5 ഇഞ്ച് വെച്ചാണ്, മുകളിൽ നിന്നും താഴേക്ക് 1.5 ഇഞ്ച് വെച്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 1 ഇഞ്ച് വെച്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇത് അവിടെ ഇതുപോലെ ഒന്ന് സ്ട്രെയിറ്റ് ലൈനാക്കി വരച്ചു കൊടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് അപ്പുറത്തെ സൈഡിലും വരച്ചു കൊടുക്കാം. ഇതുപോലെ 1.5 ഇഞ്ച് വെച്ച് മാർക്ക് ചെയ്തിട്ട് അവിടെയും ഇതുപോലെ സ്ട്രെയിറ്റ് ലൈനാക്കി വരച്ചു കൊടുക്കാം. ഇനി നമുക്കിത് തിരിച്ചിടാം. അതായത് ആ ഫോൾഡഡ് സൈഡ് നമ്മുടെ അടുത്തേക്ക് വരുന്ന പോലെ നമ്മൾ ആദ്യം ഇട്ടില്ലേ, അതുപോലെ തന്നെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഈ 1.5 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തുനിന്ന് വേണം നമ്മുടെ അളവുകളെല്ലാം മാർക്ക് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ നമുക്ക് ഈ 1.5 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തുനിന്ന് താഴേക്ക് നമ്മുടെ ഫുൾ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ 29 ഇഞ്ചാണ് ഫുൾ ലെങ്ത് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ 23.5 ഇഞ്ചാണ് ഫുൾ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അതിൽ 1/2 ഇഞ്ച് താഴ്വശം മടക്കി അടിക്കാനുള്ളതാണ്. പിന്നെ നമ്മൾ മുകളിൽ ഒരു 6 ഇഞ്ച് സ്ട്രാപ്പ് വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് 23 6 29 ഇഞ്ച് കറക്റ്റായിട്ട് നമുക്ക് ഫുൾ ലെങ്ത് കിട്ടും. അതായത് താഴ്വശം ഇതുപോലെ ഒന്ന് സ്ട്രെയിറ്റ് ലൈനായിട്ട് കൊടുക്കാം. ഇനി അവിടെ നിന്ന് താഴേക്ക് നമുക്ക് നമ്മുടെ ആം ഹോൾ മാർക്ക് ചെയ്യാം. ഞാനിവിടെ 5.5 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് എല്ലായിടത്തും 5.5 ഇഞ്ച് വെച്ച് മാർക്ക് ചെയ്തിട്ട് അവിടെയും ഒന്ന് സ്ട്രെയിറ്റ് ലൈൻ ആക്കി വരച്ചു കൊടുക്കാം. ഇനി നമുക്കിതാ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നമ്മുടെ ചെസ്റ്റിൻ്റെ വണ്ണം മാർക്ക് ചെയ്യാം. ഞാനിവിടെ 6.5 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ ചെസ്റ്റ് മാർക്ക് ചെയ്തെടുത്തു നമുക്ക് സ്ലീവിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിവിടെ 7.5 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അതായത് ഫുള്ള് ടോട്ടൽ 14 ഇഞ്ചുണ്ട്. ആ 14 ഇഞ്ച് തന്നെ നമുക്ക് മുകളിലും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ആ ചെസ്റ്റ് മാർക്ക് ചെയ്തെടുത്തു താഴേക്ക് ഇതുപോലെ ഒന്ന് ഷേപ്പായിട്ടൊന്ന് വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ കോർണറിൽ നിന്ന് മുകളിലേക്ക് ഒരു 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ചെസ്റ്റിൻ്റെ അവിടെയും സ്ലീവിൻ്റെ അവിടെയും ഒരു 2 ഇഞ്ച് കൂടെ എക്സ്ട്രാ തയ്യൽ തുമ്പ് കൊടുക്കാം. നമ്മൾ വേസ്റ്റിലും നെക്കിലും ഒക്കെ ഇലാസ്റ്റിക് വെച്ചാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് 2 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ കൊടുക്കുന്നത്. എന്നിട്ട് അവിടെ നിന്ന് ആ മുകളിൽ നിന്നും താഴേക്ക് മുമ്പത്തെ പോലെ തന്നെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ആ മുകളിൽ നിന്ന് താഴേക്ക് ആ സ്ലീവിൻ്റെ അവിടെ ഇല്ല, അവിടെയും ഇതുപോലെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മുടെ മാർക്കിംഗ് എല്ലാം കഴിഞ്ഞു. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആ 1.5 ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ, അവിടെ നിങ്ങൾ കട്ട് ചെയ്യരുത്, മുകളിൽ നിന്ന് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ. ഇനി നമുക്ക് താഴ്വശവും കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ആ 1 ഇഞ്ച് മാർക്ക് ചെയ്ത് ആ ഷേപ്പ് ചെയ്തില്ലായിരുന്നോ, ആ ഷേപ്പിന് അതിലേക്കൂടെ തന്നെ വേണം കട്ട് ചെയ്തെടുക്കാൻ. ഇനി നമുക്ക് ആ മുകൾ വശം ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാം. അവിടെ ഫോൾഡഡ് ആയിട്ടല്ലേ കിടക്കുന്നത്, അതൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ഇതോടെ നമ്മുടെ കട്ടിങ് എല്ലാം, ബോഡി പീസിൻ്റെ കട്ടിങ് എല്ലാം കഴിഞ്ഞു. തുടക്കക്കാർക്ക് പോലും വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയൊരു ഫ്രോക്കാണിത്. ഇത് കണ്ട് ഇങ്ങനെയാണ് നമ്മുടെ ആ ഒരു ഫ്രോക്ക് വരുന്നത്. ഇനി നമുക്ക് സ്ട്രാപ്പ് കട്ട് ചെയ്തെടുക്കാം. അതിനായി മീതി വന്ന ആ ഒരു തുണി എടുത്തിട്ട് ഇതുപോലെ 2ആയിട്ടൊന്ന് ഫോൾഡ് ചെയ്തിട്ട് കൊടുക്കാം. നമുക്ക് ആദ്യം സ്ട്രാപ്പിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്യാം. ഞാനിവിടെ 3 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എത്രയാണോ സ്ട്രാപ്പിൻ്റെ വിഡ്ത്ത് വേണ്ടത് അതനുസരിച്ച് നിങ്ങൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇത് നിങ്ങൾക്ക് ക്യാൻവാസ് വെച്ച് വേണമെങ്കിലും ചെയ്യാം. ഞാനിവിടെ ചുമ്മാ തുണിയിൽ തന്നെയാണ് ചെയ്തെടുക്കുന്നത്. നമുക്ക് മുകളിൽ നിന്ന് താഴേക്ക് സ്ട്രാപ്പിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 7 ഇഞ്ചാണ് സ്ട്രാപ്പിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുത്തത്. ഇനി നമുക്കിത് ഫുൾ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സ്ട്രാപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതോടെ നമ്മുടെ കട്ടിങ് എല്ലാം കഴിഞ്ഞു. ഇനി എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്ന് നോക്കാം.
അപ്പോൾ നമുക്ക് ആദ്യം ആ സ്ലീവിൻ്റെ ആ ഒരു സൈഡ് വശം ഒന്ന് അടിച്ചു കൊടുക്കാം. അതിനായത് ഇതുപോലെ 2 പീസ് കൂടി ഇതുപോലെ ഒരുമിച്ച് വെച്ച് കൊടുക്കണം. നല്ല വശവും കൂടി ഒരുമിച്ച് വെച്ചിട്ട് ഈ ഒരു സൈഡിലും ഇതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും നമുക്കൊരു സ്റ്റിച്ച് കൊടുക്കാം. ഇപ്പോൾ ഇതുപോലെ നല്ല വശവും കൂടി ഒന്ന് ഒരുമിച്ച് വെച്ചിട്ട് ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്ത് നമുക്ക് അങ്ങ് അറ്റം വരെ അടിച്ചെടുക്കാം. ഇപ്പോൾ തന്നെ നമുക്ക് അപ്പുറത്തെ സൈഡും അടിച്ചെടുക്കാം. ഇനി നമുക്കിത് ഇതുപോലെ ഇങ്ങനെ ഒന്ന് നിവർത്തിയിട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ഈ സ്ലീവിൻ്റെ അടിവശം ഒന്ന് നമുക്ക് അടിച്ചു കൊടുക്കാം. നമ്മൾ ഈ കോർണറിൽ നിന്നും ഈ ഒരു കോർണർ വരെ നമുക്ക് സ്ലീവിൻ്റെ അടിവശം ഒന്ന് മടക്കി അടിച്ചു കൊടുക്കാം. നമ്മൾ സാധാരണ 2ആയിട്ട് ഫോൾഡ് ചെയ്ത് അടിച്ചു കൊടുക്കുമല്ലേ, അതുപോലെ തന്നെ അടിച്ചു കൊടുക്കാം. ഇതുപോലെ 2 സൈഡും നമ്മൾ അടിച്ചെടുക്കണം. അത് ആ കോർണറിൽ രണ്ടും നമുക്ക് ചെറിയൊരു കട്ടിങ് കൊടുക്കാം. നമുക്കവിടെ മടങ്ങി കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ കട്ടിങ് കൊടുക്കുന്നത്. എന്നിട്ട് ഇതുപോലെ 2ആയിട്ടൊന്ന് മടക്കി കൊടുത്തിട്ട് നമുക്ക് അങ്ങ് അറ്റം വരെ അടിച്ചെടുക്കാം. അപ്പോൾ ഇങ്ങനെ അടിച്ചു വരുമ്പോൾ ഇവിടെ വരുമ്പോൾ നമ്മൾ നേരത്തെ അടിച്ചതിൻ്റെ ആ ഒരു തയ്യൽ തുമ്പ് കിടപ്പില്ലേ, അത് ഇതുപോലെ ഇന്ന് നിവർത്തി ഇട്ടിട്ട് വേണം നമ്മൾ അടിച്ചു കൊടുക്കാൻ. ഇതുപോലെ തന്നെ നമുക്ക് അപ്പുറത്തെ വശവും അടിച്ചെടുക്കാം. ഇതുപോലെ 2 കോർണറിലും ചെറിയ കട്ടിങ് കൊടുത്തിട്ട് ഇങ്ങനെ 2ആയിട്ട് മടക്കി നമുക്ക് ഈ ഒരു വശവും അടിച്ചെടുക്കാം. നമ്മളിവിടെ 2 സ്ലീവും അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് കണ്ട് നമുക്ക് നല്ല നീറ്റായിട്ട് തന്നെ 2 സൈഡും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ആ മുകളിൽ ഇലാസ്റ്റിക് വെക്കാനുള്ള ആ ഒരു ഭാഗം 1.5 ഇഞ്ച് മാർക്ക് ചെയ്തില്ലായിരുന്നോ, അവിടെ ഇതുപോലെ ഇങ്ങനെ 2ആയിട്ട് മടക്കി ഫുൾ റൗണ്ട് ഒന്ന് അടിച്ചെടുക്കാം. നമ്മൾ ആ 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത അതേ സെയിം ഇതിൽ തന്നെ നമുക്ക് ഫുൾ റൗണ്ട് അടിച്ചെടുക്കാം. ആ 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത ആ ഇതിൽ തന്നെയാണ് നിങ്ങൾ ചെയ്തെടുക്കാൻ. അതിൽ കൂടുതലാകരുത്. കൂടുതലായാൽ നിങ്ങൾക്ക് ഫുൾ ലെങ്ത്തിൽ വ്യത്യാസം വരും. കറക്റ്റ് 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് നോക്കിയിട്ട് ഇതുപോലെ നമുക്കൊന്ന് ഫുൾ റൗണ്ട് അടിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ അടിച്ചു വരുമ്പോൾ നമ്മളിവിടെ ഒരു 1 ഇഞ്ചിൻ്റെ ഗ്യാപ്പ് കൊടുക്കണം നമുക്ക് ഇലാസ്റ്റിക് കയറ്റാൻ വേണ്ടി. അവിടെ നമുക്കൊന്ന് ലോക്ക് ചെയ്തിട്ട് അതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇതുണ്ട്, ഇതുപോലെ 1 ഇഞ്ച് ഗ്യാപ്പ് കൊടുക്കുക. ഇനി നമുക്ക് ഇലാസ്റ്റിക് നോക്കാം. ഞാനിവിടെ 1/2 ഇഞ്ച് വീതിയുള്ള ഇലാസ്റ്റിക്കാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് വീതിയുള്ള ഇലാസ്റ്റിക് എടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി നമുക്കിത് ഇതുപോലെ കുഞ്ഞിൻ്റെ ഏതെങ്കിലും ഒരു പഴയ ഉടുപ്പ് എടുത്തിട്ട് അതിൻ്റെ ആ നെക്കിൻ്റെ ആ ഒരു ഫുൾ റൗണ്ട് എത്രയാണ് വരുന്നതെന്ന് നോക്കാം. അതായത് ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും കൂടെ ഫുൾ റൗണ്ട് എത്രയാണ് നമുക്ക് കിട്ടുന്നതെന്ന് നോക്കാം. എനിക്കുണ്ട് 17 ഇഞ്ചാണ് കിട്ടുന്നത്. ഇത് കുറച്ച് ഇടുങ്ങിയിരിക്കുന്നത് കഴുത്തായതുകൊണ്ട് ഞാൻ 1 ഇഞ്ച് കൂടെ കൂട്ടി 18 ഇഞ്ചിലാണ് ഇലാസ്റ്റിക് എടുക്കുന്നത്. എന്നിട്ട് ഇതുപോലെ എന്തെങ്കിലും സേഫ്റ്റി പിൻ ഉപയോഗിച്ച് നമുക്ക് ആ ഉടുപ്പിനകത്തേക്ക് നമ്മളൊരു ഗ്യാപ്പ് ഇട്ടില്ലായിരുന്നു, അവിടെ കൂടെ ഇതുപോലെ എലാസ്റ്റിക് കയറ്റി കൊടുക്കാം. നമുക്ക് ആ 2 ഇലാസ്റ്റിക് കൂടെ ഇതുപോലെ ഒരുമിച്ചൊന്ന് പിടിച്ചിട്ട് നമുക്ക് അവിടെ ഒന്ന് ചെറിയ ലോക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിത് ഇതുപോലെ ഇങ്ങനെ വലിച്ച് അതങ്ങ് അകത്തേക്ക് കയറ്റി കൊടുക്കാം. ഇതുപോലെ കറക്റ്റായിട്ട് ആ നെക്കിൻ്റെ അവിടെ ഒന്ന് ഇട്ട് കൊടുക്കാം. നമുക്ക് നമ്മൾ മുമ്പേ അടിച്ചപ്പോൾ ആ ഇലാസ്റ്റിക് ഇടാനുള്ള ആ ഒരു ഭാഗം അടിക്കാതെ വിട്ടില്ലായിരുന്നു, അവിടെയും കൂടെ നമുക്കൊന്ന് അടിച്ചെടുക്കാം. ഇതുപോലെ കറക്റ്റായിട്ടൊന്ന് വലിച്ചു പിടിച്ചിട്ട് അവിടെയും ഇതുപോലെ ഒരു സ്റ്റിച്ച് കൊടുക്കാം. ഇനി നമുക്ക് സ്ട്രാപ്പ് അടിച്ചെടുക്കാം. അതിനായത് ഇതുപോലെ സ്ട്രാപ്പ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന്
നല്ല വശത്തേക്ക് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആ അരികിൽ കൂടെ ഒരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്ത് ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കാം. നമുക്കിതൊന്ന് ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ കറക്റ്റായിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്ക് നമ്മളിപ്പോൾ തയ്ച്ച ഒരു ഭാഗമില്ലേ, അവിടെയും അതിൻ്റെ ഇപ്പുറത്തെ സൈഡിലും നമുക്ക് ഓരോ സ്റ്റിച്ച് ഇതുപോലെ കൊടുക്കാം. നമ്മുടെ സ്ട്രാപ്പ് ഒന്ന് നല്ല നീറ്റായിട്ടിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതുപോലെ 2 സൈഡിലും ഓരോ സ്റ്റിച്ച് വെച്ച് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് അപ്പുറത്തെ പീസും ചെയ്തെടുക്കാം. അത് ഞാനിവിടെ 2 സ്ട്രാപ്പും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ആ ഫ്രോക്കിൻ്റെ ആ നെക്കിൻ്റെ ആ ഭാഗത്തേക്ക് നമുക്ക് ആ സ്ട്രാപ്പ് വെച്ച് കൊടുക്കണം. അതിനായി നമ്മൾ ആദ്യം ആ സ്ലീവിൻ്റെ അരിവശം ഒന്ന് അടിച്ചില്ലായിരുന്നു, അത് ഇതുപോലെ സെൻറ്ററായിട്ട് വരുന്ന പോലെ ഇങ്ങനെ ഒന്ന് പിടിക്കുക. ഇതുപോലെ തന്നെ അപ്പുറത്തെ സൈഡും പിടിക്കുക. എന്നിട്ട് ഇതിങ്ങനെ ഒന്ന് 2ആയിട്ടൊന്ന് മടക്കി കൊടുക്കുക. നമുക്ക് ആ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ആ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ തന്നെ ബാക്ക് സൈഡിലും ചെയ്ത് കൊടുക്കുക. ഇതുപോലെ കറക്റ്റായിട്ട് പിടിച്ചിട്ട് ബാക്ക് സൈഡിലും നമുക്ക് ആ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആ സെൻറ്ററിൽ നിന്ന് നമുക്കൊരു 2 ഇഞ്ച് വെച്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇങ്ങോട്ടേക്കും അപ്പുറത്തേക്കും നമുക്ക് കറക്റ്റ് ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ആ സ്ട്രാപ്പ് വെച്ച് കൊടുക്കാനുള്ള ആ ഒരു ഭാഗമാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ തന്നെ ഇപ്പുറത്തെ സൈഡിലും മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് നിങ്ങൾക്ക് എത്രയാണോ അകലം വേണ്ടത് അതനുസരിച്ച് ചെയ്ത് കൊടുക്കാം. അത് 2 ഇഞ്ച് വെച്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അവിടെ ആയിട്ട് ആ സ്ട്രാപ്പ് ഇങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫ്രോക്കിൻ്റെ ചീത്തവശത്തായിട്ട് വേണം ഇതുപോലെ സ്ട്രാപ്പ് വെച്ച് കൊടുക്കാൻ. അപ്പോൾ ഇതുപോലെ നമുക്ക് നല്ലതായിട്ട് ലോക്ക് ചെയ്തവിടെ സ്ട്രാപ്പ് വെച്ച് കൊടുക്കാം. ഇനി അതവിടെ നേരെ ഇതുപോലെ ഇപ്പുറത്തെ സൈഡിലേക്ക് മടക്കി ആ വശത്ത് നമുക്ക് അടിച്ചെടുക്കാം. ഇതുപോലെ തന്നെ 2 സ്ട്രാപ്പും നമുക്ക് അടിച്ചെടുക്കാം. എന്നാൽ ഞാനിവിടെ 2 സ്ട്രാപ്പും അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ മുകളിൽ നിന്നും താഴേക്ക് നമ്മുടെ ആ വേസ്റ്റിൻ്റെ ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്യാം. ഞാനിവിടെ 10 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ നമുക്ക് ഇലാസ്റ്റിക് വെച്ച് കൊടുക്കാനാണ് ഇതൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തത്. ഇതുപോലെ തന്നെ ബാക്ക് സൈഡിലും ആ 10 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ആ ഇലാസ്റ്റിക്കിൻ്റെ ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 11 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. അതായത് ഫ്രണ്ട് പീസിലേക്ക് മാത്രമായിട്ട് 11 ഇഞ്ച്. കുഞ്ഞിൻ്റെ വേസ്റ്റിൻ്റെ ഫുൾ റൗണ്ട് വരുന്നത് 22 ഇഞ്ചാണ്. അതിൻ്റെ പകുതിയാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ 2 ബാക്കിലേക്കും ഫ്രണ്ടിലേക്കും വരുമ്പോൾ നമുക്ക് 11 22 ഇഞ്ച് കറക്റ്റായിട്ട് കിട്ടും. ഇതുപോലെ നമുക്കൊന്ന് വെച്ച് കൊടുക്കാം. ഇതുപോലെ ലോക്ക് ചെയ്തിട്ട് ഇതുപോലെ നന്നായിട്ട് വലിച്ചു പിടിച്ച് നമുക്ക് അങ്ങ് അറ്റം വരെ അടിച്ചു കൊടുക്കാം. ഞാനിവിടെ ഫ്രണ്ട് സൈഡിൽ ഇലാസ്റ്റിക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് കിട്ടുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്ക് സൈഡിലും വെച്ച് കൊടുക്കണം. അത് ഞാനിവിടെ 2 സൈഡിലും ഇതുപോലെ ഇലാസ്റ്റിക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തിരിച്ചിട്ടിട്ട് നമുക്ക് ആ ഫ്രണ്ട് പീസും ബാക്ക് പീസും കൂടെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. ഇതുപോലെ കറക്റ്റായിട്ട് ഇട്ട് കൊടുക്കുക. നമ്മൾ ആ സ്ലീവ് മടക്കി അടിച്ചെടുക്കാൻ നേരത്തെ ഒരു കോർണർ കട്ട് ചെയ്തില്ലായിരുന്നു, അവിടെ നിന്ന് ഇതുപോലെ താഴേക്ക് ഇങ്ങനെ ഒന്ന് അടിച്ചു കൊടുക്കാം. ഇതുപോലെ 2 പീസും ഒരുപോലെ വെച്ചിട്ട് ആ ഒരു സ്ലീവിൻ്റെ ആ ഒരു എൻഡ് ഭാഗം വരുന്നില്ല, അവിടെ നിന്ന് ഇതുപോലെ സ്റ്റാർട്ട് ചെയ്ത് താഴെ വരെ നമുക്ക് അടിച്ചു കൊടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് അപ്പുറത്തെ സൈഡും അടിച്ചെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ആ താഴ്വശം ഒന്ന് ഇതുപോലെ 2ആയിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് ഫുൾ റൗണ്ട് ഒന്ന് അടിച്ചെടുക്കാം. ഇതൊട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രോക്കിൻ്റെ ഫുൾ സ്റ്റിച്ചിങ് ഇവിടെ കഴിയുകയാണ്. അപ്പോൾ ഞാനിത് അടിച്ചെടുത്തിട്ടുണ്ട്.
അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഫ്രോക്കിൻ്റെ ആ ഒരു ഫൈനൽ ലുക്ക്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടി ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണം. എങ്കിൽ മാത്രമേ ഞാൻ ഇനി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ.